കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. ഇസ്കോൺ മാംഗ്ലൂർ നടത്തുന്ന ഭഗവത്ഗീത ലെവൽ 2 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്ലോകം പഠിക്കാനും ചൊല്ലാനും ഉള്ള താല്പര്യം വളരെ സന്തോഷം. നിങ്ങൾ എല്ലാവർക്കും അത് ഈശ്വരന്റെ ഒരു കൃപയായിട്ട് തന്നെ വരും. ഭഗവാന്റെ വാക്കല്ലേ ഭഗവത്ഗീത, അതല്ലേ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ചൊല്ലാൻ പഠിച്ചതിന് ശേഷം അതിന്റെ അർത്ഥം കൂടിയും പഠിച്ചാല്, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചാല് നമുക്ക് ആപത്ത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് സഹായത്തിനെത്തും. ഇന്ന് നമുക്ക് 14ാമത്തെ അധ്യായമാണ് ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ. 13ാമത്തെ അധ്യായത്തിൽ വിശദമായിട്ട് ക്ഷേത്രം എന്താണ്, ക്ഷേത്രജ്ഞൻ എന്താണ് എന്ന് പറഞ്ഞു. പിന്നെ അർജുനൻ ചോദിച്ചു ജ്ഞാനം എന്താണ്, ജ്ഞേയം എന്താണ്, പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ് എന്നൊക്കെ. അത് വിശദമായിട്ട് പറഞ്ഞു. ഈ വാക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രയോഗിക്കുമ്പോൾ ഇതിന് ഭഗവാൻ പറഞ്ഞു കൊടുത്ത അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ക്ഷേത്രം എന്ന് പറഞ്ഞാല് വയലാണ്, വിതച്ചത് കൊയ്യുന്ന വയലാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. അതിനെയാണ് ശരീരം എന്ന് പറയുന്നത്. ശരീരത്തിനെ ഒരു വയലിനോടാണ് ഉപമിക്കുക. എന്തൊക്കെയാണോ വിതച്ചിട്ടുള്ളത്, പക്ഷെ ഈ ജന്മത്തിലല്ല, മുൻപത്തെ ജന്മങ്ങളിലൊക്കെ, ഈ ജന്മത്തിലും നമ്മൾ നല്ല വിത്ത് മുളച്ചാൽ നല്ലത് വരും. ചിലപ്പോൾ നമ്മൾ കളകളായിരിക്കും വിതയ്ക്കുക. അപ്പൊ അതിനെ കളയാനായിട്ട് കീടനാശിനിയോ എന്തെങ്കിലും പിഴുത് കളയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കത് വേദനിക്കുണ്ടാവും. അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതം ശരീരമാണ്. പിന്നെ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ സകല ജീവികളിലും പരമാണു രൂപത്തിലിരിക്കുന്ന ആത്മാവാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞു. പിന്നെ ആ ക്ഷേത്രജ്ഞനെ അറിയാനായിട്ട് ജ്ഞാനം വേണം. ആ ജ്ഞാനമുള്ളവൻ ജ്ഞാനി എങ്ങനെയിരിക്കും, ആ ജ്ഞാനിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഭഗവാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു. അമാനിത്വം, അദംബിത്വം, അഹിംസ, ആർജവം, ആചാര്യോപാസനം, ശൗചം, ആത്മവിനിഗ്രഹം, വൈരാഗ്യം, അനഹങ്കാരം, ജന്മ മൃത്യു ജരാ വ്യാധി തുടങ്ങിയിട്ടുള്ള ദോഷങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ശരീരം എന്ന് സദാ ചിന്തിക്കുക. അതുകൊണ്ട് ആ ശരീരത്തിനോട് വല്ലാതെ ഒരു ഒട്ടൽ ഇല്ലാതിരിക്കുക. പിന്നെ പുത്രധാര ഗൃഹാദിഷു നിത്യം സമചിത്തത്വം. പുത്രനാണ്, എൻ്റെ പുത്രൻ മാത്രം, അല്ലെങ്കിൽ അങ്ങനെ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിയായിട്ട് എനിക്കൊരു ബന്ധമില്ല, അങ്ങനെ വിചാരിക്കരുത്. സകല ചരാചരങ്ങളും ഭഗവാന്റെ അംശമാണ് എന്ന് കാണണം. അതൊക്കെയാണ് ജ്ഞാനിയുടെ ലക്ഷണങ്ങളായിട്ട് പറഞ്ഞത്. പിന്നെയും പറഞ്ഞു ജനക്കൂട്ടത്തിൽ കഴിയുന്നതിന് താല്പര്യമില്ലാതിരിക്കുക, ഭഗവാനെ നിന്നും മനസ്സ് മാറാതിരിക്കുന്ന ആ ഭക്തി, അധ്യാത്മജ്ഞാനം വേണം എന്നുള്ള ആഗ്രഹം, അതില് നിഷ്ഠ. എല്ലാ ദിവസവും ഭഗവത്ഗീതയിലെ ഒരു അധ്യായം വായിക്കും, അല്ലെങ്കിൽ ഒരു 4 ശ്ലോകമെങ്കിലും ഭഗവാനുവാച എന്നുള്ള ഭഗവാന്റെ വാക്കായിട്ടുള്ള ഒരു 4 ശ്ലോകം. അത് 1-ാം അധ്യായം വായിക്കണം എന്നില്ല, 2-ാം അധ്യായം തുടങ്ങിയിട്ട് അതിൽ തന്നെ 11-ാമത്തെ ശ്ലോകം തുടങ്ങിയാണ് ഭഗവാൻ പറയണത്. അതാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. പിന്നെ എന്താണോ അറിയേണ്ടത് എന്ന് പറഞ്ഞു, ഭഗവാനെയാണ് അറിയേണ്ടത്. സകല ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നു, സകല സ്ഥലത്തും പാണി, പാദം, കയ്യ്, കാല് എല്ലാം ഉണ്ട്. അത് നമുക്ക് കണ്ണ് തുറന്നാ കാണാൻ പറ്റില്ല. കണ്ണ് തുറന്നാ ഈ ഭൗതികത നമ്മുടെ മുന്നില് മായയായിട്ട് ബാധിക്കും. അതുകൊണ്ട് കണ്ണടച്ച് മുൻപ് ധ്യാനയോഗത്തിൽ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാല്, ഭ്രൂമധ്യത്തിൽ ഭഗവാനെ ധ്യാനിച്ചാല് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന നമ്മളുടെയൊക്കെ പരമപിതാവായിട്ടുള്ള ഭഗവാനെ കാണാൻ നമുക്ക് സാധിക്കും. ആ പരബ്രഹ്മത്തിന്റെ ഗുണങ്ങളാണ് പിന്നെ പറഞ്ഞത്. സൃഷ്ടിക്കുന്നു, സംഹരിക്കുന്നു, നിലനിർത്തുന്നു, ജ്യോതിസ്സുകളുടെയും ജ്യോതിസാണ്. അങ്ങനെ ചോദ്യങ്ങൾക്കൊക്കെ ഭഗവാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അർജുനനോട് പറഞ്ഞു, ഈ രൂപം നിനക്ക് അറിയണമെങ്കിൽ എങ്ങനെയാണ്? ധ്യാനേന ആത്മനി പശ്യന്തി. ധ്യാന പരിശീലനത്തിലൂടെ ആത്മാവിൽ നിനക്ക് ഏകാഗ്രതയുണ്ടെങ്കിൽ ഈ രൂപം കാണാൻ സാധിക്കും.
വേറെ ഒരു വഴി എന്താന്ന് വെച്ചാല് ജ്ഞാനം കൊണ്ട് അത് പഠിച്ച് ഇത് പഠിച്ച് വേദങ്ങളും വേദാന്തങ്ങളും ജ്ഞാന പുസ്തകങ്ങൾ എല്ലാതും ഭഗവത്ഗീത ഒക്കെ നന്നായിട്ട് ഇങ്ങനെ പഠിച്ച് ബ്രഹ്മസൂത്രം എന്തൊക്കെയാണോ ജ്ഞാന ഗ്രന്ഥങ്ങൾ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ഗ്രന്ഥങ്ങളായിട്ടുള്ളത് അത് പഠിച്ച് പഠിച്ച് കുറെ പഠിക്കും തോറും നമുക്കിപ്പോ ഗുണഗോഷ്ടം ഒക്കെ കുറെ വായിക്കുമ്പോൾ അത് മനപ്പാഠാവില്ലേ എവിടെ നിന്ന് ചോദിച്ചാലും തല തിരിച്ചു ചോദിച്ചാലും ഒക്കെ കിട്ടും. അതുപോലെ ചിലർക്ക് ജ്ഞാനം കൊണ്ട് ഇതിലൊക്കെ ഭഗവാന്റെ വാക്കും വേദവ്യാസ മഹർഷിയുടെ വാക്കും ഒക്കെ തന്നെയാണ്. അതങ്ങനെ വായിച്ച് 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 നമുക്ക് മനസ്സിലാവും. അപ്പോൾ ധ്യാനം കൊണ്ട് ഈ ഭഗവാൻ പറഞ്ഞ തത്വത്തെ അറിയാൻ പറ്റും. പിന്നെ ജ്ഞാനം കൊണ്ട് പറ്റും. ചിലര് കർമ്മങ്ങളൊക്കെ ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കാം, വെള്ളത്തിലിട്ട വെണ്ണ പോലെ എന്ന് പറഞ്ഞു. ഭൗതികതയിൽ തന്നെ നമുക്ക് വീട്ടിലെ അമ്മയായിട്ടും മകളായിട്ടും സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ നമ്മളുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് ജീവിക്കാം. പക്ഷെ ഈ ജ്ഞാനം ഉള്ളിലുണ്ടാവണം. അതുപോലെ കർമ്മങ്ങളൊക്കെ ഭഗവാന് അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. ഇത് ഭഗവാൻ തന്ന നിധിയാണ് ഈ കുഞ്ഞ്, അതിനെ ഞാൻ വേണ്ടതുപോലെ നോക്കുന്നു. അല്ലാതെ ഞാൻ വയസ്സായിട്ട് വയ്യാതിരിക്കുമ്പോൾ തിരിച്ചു നോക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല എന്നുള്ള ആ ഒരു ഭഗവത് അർപ്പണമായിട്ട് ഫലം ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യാം. പിന്നത്തെ കാര്യം പറഞ്ഞത് ഏറ്റവും പ്രധാനവും അത് തന്നെയാണ്, ഏറ്റവും എളുപ്പം അത് തന്നെയാണ് ശ്രവണം. കേട്ട് 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 നമ്മുടെ മനസ്സിൽ അത് ഉറയ്ക്കും. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഈ ഭഗവത്ഗീതയൊക്കെ ക്ലാസ് പോലെ വെക്കുന്നതും. കേൾക്കാനായിട്ട് അത് ഏറ്റവും എളുപ്പമാണ്, ഏറ്റവും ആദ്യത്തെ പടിയാണ്. അങ്ങനെയും മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യും? സകല ചരാചരങ്ങളിലും സമഭാവന പുലർത്തും. എല്ലാം ഭഗവാന്റെ സന്തതികൾ തന്നെയാണ്. അപ്പൊ ഒരു ഉറുമ്പിനെ ആവട്ടെ അനാവശ്യമായിട്ട് നമ്മളെ കടിച്ചു പൊളിക്കുന്ന ഒരു ഉറുമ്പിനെ നമുക്ക് തട്ടിക്കളയാം. അതല്ല അതേ വഴി കൂടെ പോണ ഒരു ഉറുമ്പിനെ എടുത്ത് തീക്കൊള്ളി കൊണ്ട് കുത്തുക, അതൊക്കെ ചെയ്താല് ഭഗവാൻ അവരിലും ഉണ്ട്. അത് വേദനിക്കും, അത് നമുക്ക് പിന്നീട് ശിക്ഷയായിട്ട് വരും. നമ്മൾ പഠിച്ചതല്ലേ വിദുരരുടെ പൂർവജന്മത്തില് അങ്ങനെ ഒരു പ്രാണിയെ ഈർക്കിലിൽ കോർത്തത് കൊണ്ട് ഒരു രാജാവിന്റെ മുന്നിൽ ശൂലത്തിൽ വെട്ടേണ്ടി വന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ എന്ത് തന്നെ കുറ്റം ചെയ്താലും അത് അറിയാത്ത പ്രായമല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ സർവത്ര സമദൃഷ്ടി ഉണ്ടാവണം. വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലാവട്ടെ, ശ്രേഷ്ഠമായിട്ടുള്ള മൃഗമായിട്ടുള്ള പശുവിലാകട്ടെ, ആനയിലാവട്ടെ, അടിച്ചോടിക്കുന്ന പട്ടിയിലാകട്ടെ, പട്ടിയെ തിന്നുന്ന ചണ്ടാളനിലാവട്ടെ, ഭഗവാന്റെ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് അവർ ശ്വസിക്കുന്നതും അവര് എഴുന്നേറ്റ് നടക്കുന്നതും. അല്ലെങ്കിലോ രാജാവായാലും ഏത് പ്രധാനമന്ത്രി ആയാലും ഒക്കെ ആ ജീവൻ അങ്ങോട്ട് പോയാല് വെറും പിണമാണ്. അതിനെ ഉണർത്താനായിട്ട് എത്ര എത്ര കോടി രൂപ കൊടുത്താലും ഒരു ഡോക്ടർക്കും സാധിക്കില്ല, ഒരു മജീഷ്യനും സാധിക്കില്ല, ഒരു ശാസ്ത്രകാരനും ഇന്നോളം ഒരു ജീവനുള്ള പുഴുവിനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് ഭഗവാനാണ് സർവശക്തൻ, നമ്മളെയൊക്കെ പരിപാലിച്ചുകൊണ്ട് നടക്കുന്ന ആള് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത് പശ്യതി സപശ്യതി. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് പ്രകൃതിയാണ്, നമ്മളല്ല ഭഗവാനാണ് എന്നുള്ള ആ ചിന്ത അറിയുന്ന ആളാണ് ജ്ഞാനി. ഇതറിയുന്ന ആളാണ് പശ്യതി, കാണേണ്ടത് കാണുന്ന ആൾ എന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷേത്രജ്ഞയോരേവം, ക്ഷേത്രത്തിനെ കുറിച്ചും ക്ഷേത്രജ്ഞനെ കുറിച്ചും അതിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചും ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ ഭഗവാൻ പറഞ്ഞു. പരമാത്മാവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ജീവാത്മാവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആ ജീവാത്മാവിനെ പരമാത്മാവിനോട് അടുപ്പിക്കുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം, ജന്മലക്ഷ്യം. അതിലേക്ക് ഓരോ പടിപടിയായിട്ട് നമ്മൾ മുന്നേറണം എന്ന് പറഞ്ഞു. 13ാമത്തെ അധ്യായം കഴിയാണ്. ഇനി 14ാമത്തെ അധ്യായം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ഈ ത്രിഗുണങ്ങളെ കുറിച്ച് നമ്മൾ രണ്ടാമത്തെ അധ്യായം മുതലേ ഇങ്ങനെ കേട്ടു വരുന്നതാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിന് ഗുണത്രയ വിഭാഗ യോഗം എന്നും ഈ അധ്യായത്തിന് പേരുണ്ട്. അപ്പം നമ്മള് ജന്മാന്തരങ്ങളിൽ ചെയ്തിട്ടുള്ള പുണ്യ പാപ ചുമടുകളും കൊണ്ടാണല്ലോ ഒന്ന് ജനിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച്
ജനിച്ചാൽ ഉടനെ പ്രകൃതിയുടെ മായ നമുക്ക് ഈ 3 ഗുണങ്ങളും നമ്മളിൽ പ്രവേശിപ്പിക്കും. അതനുസരിച്ച് ഒരമ്മയുടെ തന്നെ ഇരട്ടപ്പെട്ട കുട്ടികൾക്ക് തന്നെ പല വ്യത്യാസമുള്ള സ്വഭാവങ്ങളാണ് കണ്ടിട്ടില്ലേ? അത് ആ പൂർവ്വജന്മം കൊണ്ടാണ്. ഏത് പരിതസ്ഥിതിയിൽ ജനിക്കണം, എങ്ങനെയുള്ള വീട്ടിൽ ജനിച്ചാലാണ് അവരുടെ കർമ്മങ്ങൾക്ക് കുറവ് വരിക, കർമ്മമെല്ലാം ഒടുങ്ങുന്ന നേരത്ത് എന്ന് പറയുന്ന പോലെ കർമ്മങ്ങൾ കത്തി തീരാ. ഏറ്റവും ലക്ഷ്യം എന്താണ്? ഭഗവാനിൽ നിന്നും വിട്ടു പോന്നിട്ടുള്ള ജീവാത്മാവിനെ ഭഗവാനിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ യാദൃച്ഛികമായി വന്നു ചേരുന്ന വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മളുടെ പൂർവ്വ കർമ്മങ്ങൾ കത്തി തീരുന്നതാണ്. ഭഗവാനിലേക്ക് അടുക്കാനുള്ള ആ വഴി തുറന്നു കിട്ടുന്നതാണ് എന്ന് നമ്മൾ അറിയണം. അങ്ങനെ ആ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന ആ 3 ഗുണങ്ങൾ ഏറിയും കുറഞ്ഞും എല്ലാവരിലും ഇരിക്കുന്നു. അപ്പൊ ഈ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ട സംഭവം എന്താന്ന് വെച്ചാല് സത്വ ഗുണമാണ് ഈ 3 ഗുണങ്ങളിൽ ഏറ്റവും വലുത്. രജസ് അതിന്റെ താഴെയാണ്, തമസ് അതിന്റെ താഴെയാണ്. അതിനെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോ മനുഷ്യന്മാർക്ക് മാത്രം സാധിക്കാവുന്ന ഒരു ഗുണമാണ് തമസിനെ ജയിച്ച് രജസ് ആവാം, രജസിനെ ജയിച്ചിട്ട് സത്വഗുണിയാവാം. സത്വഗുണിയായാൽ വളരെ ശ്രേഷ്ഠനായി. പക്ഷെ അതിനേക്കാളും ഉയരണം, ഗുണ അതീതനാവണം, ഗുണാതീതനാകണം എന്നാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഗുണാതീതനായാൽ ഭഗവാനിലേക്ക് എത്താനുള്ള വഴി എളുപ്പമായി. സമുദ്രത്തിൽ ഒരു തുള്ളിയുടെ ഉദാഹരണം എപ്പോഴും പറയും. സമുദ്രത്തിൽ നിന്ന് അത് വിട്ടു പോന്നാലും അത് പൂർണ്ണം തന്നെയാണ്. സമുദ്രത്തിന്റെ എല്ലാ ഗാംഭീര്യവും ഗുണങ്ങളും അതിനുണ്ട്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞാൽ അത് വറ്റിപ്പോവും. നേരെ മറിച്ച് അത് സമുദ്രത്തിനോട് തന്നെ ചേർന്നാലോ അത് സമുദ്രമായി കഴിയും. അതുപോലെ നദികൾ ഒഴുകി സമുദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നദിയില്ല, സമുദ്രം എന്ന ഗംഭീരമായിട്ടുള്ള വസ്തുവിന്റെ ഭാഗമായി കഴിയും. അതുപോലെ നമുക്കും ഈ ജീവാത്മാവിനെ പരമാത്മാവിനോട് അടുപ്പിക്കുക എന്നുള്ളതാണ് ഭഗവാൻ നമ്മൾക്കൊക്കെ തരുന്ന ഈ ഗീത വഴി, ഉപദേശം വഴി സാധിക്കേണ്ടത്. അധ്യായം 14 ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ഭൗതിക പ്രകൃതിയുടെ അല്ലെങ്കിൽ മായയുമുണ്ട്, പുരുഷനുണ്ട് അല്ലെ. പ്രകൃതിയുണ്ട്, പുരുഷനുണ്ട്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്, പരമാത്മാവാണ്. ബ്രഹ്മം, ഭഗവാൻ, പരമാത്മാവ് എന്നൊക്കെ പറയുന്നത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വര ചൈതന്യം തന്നെയാണ്. അതിന്റെ അംശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. അപ്പോഴാണ് മായ ബാധിക്കുന്നത്. ആ മായയാണ് പൂർവ്വജന്മങ്ങളിലെ കർമ്മങ്ങൾ അനുസരിച്ച് സത്വാണോ രജസാണോ തമസാണോ എന്ന ആ സ്വഭാവ വിശേഷങ്ങൾ ഓരോരുത്തർക്കും പ്രവേശിപ്പിക്കുന്നത്. അത് അമ്മ തുടങ്ങിയിട്ട് ഗുരുവായിട്ട് ഇങ്ങനെ കുട്ടിയെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. അപ്പൊ ഈ ഗുണത്രയ വിഭാഗ യോഗം ശ്രീ ഭഗവാനുവാച, ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞു, പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യത് ജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിം ഇതോ ഗതാ. അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവാണ് അർജുന ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ ദുഃഖാലയവും അശാശ്വതവുമായിട്ടുള്ള ഭൗതിക ലോകത്തിൽ നിന്നും, സംസാര സാഗരത്തിൽ നിന്നും നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോണം. പരമമായ ആ പരിപൂർണത നേടണം. പൂർവജന്മവും തന്നിട്ടുള്ള സഞ്ചിത കർമ്മങ്ങളാകുന്ന ഭാണ്ഡവും പേറി വരുന്ന നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോവാനുള്ള ആ കാര്യത്തെക്കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്, പറയാൻ പോകുന്നത്. പരം ഭൂയ പ്രവക്ഷ്യാമി. പ്രവക്ഷ്യാമി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം, വീണ്ടും പറഞ്ഞു തരാം അർജുന. ജ്ഞാനാനാം ജ്ഞാനം ഉത്തമം, ഏറ്റവും വലിയ ജ്ഞാനങ്ങളിൽ വെച്ച് ജ്ഞാനമായിട്ടുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. യദ് ജ്ഞാത്വ, ഏതറിഞ്ഞാലാണോ, മുനയ സർവേ, സർവമുനിമാരും, പരാം സിദ്ധിം ഇതോ ഗത, പരമസിദ്ധിയെ പ്രാപിച്ചിട്ടുള്ളത്. ഇതോ, ഈ സംസാര സാഗരത്തിൽ നിന്നും പരമസിദ്ധിയെ പ്രാപിച്ച് മുന്നേറിയിട്ടുള്ളവർ, ഏത് വിദ്യയാണോ അവര് അതിന് സഹായിച്ചിട്ടുള്ളത്, ആ ജ്ഞാനം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. 2ാമത്തെ ശ്ലോകം.
പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, ഏതൊന്ന് അറിഞ്ഞത് കൊണ്ടാണോ ഋഷികളെല്ലാം തികഞ്ഞ പരിപൂർണത നേടിയത്, ആ ജ്ഞാനത്തെ പറ്റി അർജുന ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യമാഗത സർഗേ അപി നോ ഉപജായന്തേ പ്രളയേന വ്യഥന്തി ച. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോട് സമാനമായിട്ടുള്ള ആ ഒരു അലൗകികമായ മനസ്ഥിതി നമുക്കുണ്ടാകും. വളരെ ഏകാഗ്രതയോടുകൂടി ഭഗവാന്റെ ഈ വാക്കുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഉന്നതമായ ഒരു നിലയിലെത്തും. അവിടെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ സൃഷ്ടി നമ്മളെ ആനന്ദിപ്പിക്കില്ല. പ്രളയകാലത്ത്, നമ്മളുടെ മരണകാലത്ത് നമുക്ക് വിഷമം ഉണ്ടാവുകയും ഇല്ല. അപ്പോ മമ സാധർമ്മ്യം ലഭിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആവുന്നല്ല, എന്നോട് സമാനമായിട്ടുള്ള ആ അതീന്ദ്രിയ ഭാവം, ഈ ഭൗതികതയൊക്കെ അശാശ്വതമാണ് എന്നുള്ള ആ സത്യം നമുക്കറിയാൻ കഴിയും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലെ അഹങ്കാരം പോകും. അഹങ്കാരം പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവൻ മുക്തനാകും. അപ്പൊ നമുക്ക് ഈ ഭൂമിയില്, ഈ ഭൗതികതയില് നമ്മുടെ വീട്ടിൽ തന്നെ ജീവിക്കാം. പക്ഷെ നമ്മളെ അതൊന്നും ബന്ധിപ്പിക്കില്ല. നമ്മൾക്ക് ദേഷ്യം വരില്ല, സ്വാർത്ഥത ഉണ്ടാവില്ല, അസഹിഷ്ണുത ഉണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഒന്നും നമ്മളെ ബാധിക്കാത്ത ആ ഒരു അവസ്ഥ വരും. അതാണ് ഈ ജ്ഞാനം നിങ്ങൾക്ക് നൽകുന്നത്. അത്ര ദിവ്യമായ ആ ഭൗതിക ജ്ഞാനത്തിനെ നശിപ്പിക്കുന്ന ആധ്യാത്മിക ജ്ഞാനമാണ് ഇത്. അവരെ മരണഭയം ബാധിക്കുകയേയില്ല എന്നാണ്. സർഗേ അപി ന ഉപജായന്തേ പ്രളയേ ന വ്യഥന്തി ച. പ്രളയത്തിലെ മരണസമയത്ത് ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാർക്ക് വിഷമമുണ്ടാവില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് പരീക്ഷിത്ത്. തക്ഷകൻ കടിച്ചു മരിക്കും എന്ന് പറഞ്ഞ ആ ആള് ഒരു തുള്ളി വെള്ളം കിട്ടാനായിട്ടല്ലേ, ദാഹിച്ച് വലഞ്ഞിട്ടാണ് ആ ശമീക മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നതും വെള്ളം ചോദിച്ചതും. അപ്പൊ കിട്ടിയില്ല. കിട്ടാത്തപ്പോഴേക്കും ദേഷ്യം വന്ന് അതിന്റെ പ്രതികരണം ഉണ്ടായി. ചത്ത പാമ്പിനെ എടുത്ത് മഹർഷിയുടെ കഴുത്തിലിട്ടു. ഉടനെ തന്നെ പ്രവർത്തനം ഉണ്ടായി, ശാപം കിട്ടി. അപ്പം അറിവുണ്ടായിരുന്നില്ല. പിന്നെ ശുക മഹർഷി വന്ന് ഭാഗവതം എന്ന ജ്ഞാനസാഗരം ഉപദേശിച്ചപ്പോഴത്തെ അവസ്ഥ എന്തായി? എങ്ങനെയാ അത് കേട്ടത്? ഈ ഒരു 5 മിനിറ്റ് നേരം ദാഹം സഹിക്കാൻ കഴിവില്ലാതിരുന്ന ആ മഹാരാജാവാണ് 7 ദിവസം ഊണും ഉറക്കവും വെള്ളവും ഭക്ഷണവും ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ കഥ കേൾക്കാനായിട്ടിരുന്നത്. ഇത്ര ശ്രേഷ്ഠമാണ് ആ ഭഗവാന്റെ കഥ. ഇവിടെ ഭഗവാന്റെ ജ്ഞാനാണ് പറയണത്. അതുവഴി നമുക്ക് ആ കഥ ഭാഗവതം കേൾക്കണം. അപ്പോഴാണ് ഭക്തി നമ്മളിൽ ഉറക്കുക. ഇതം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യമാഗത സർഗേപി ന ഉപജായന്തേ പ്രളയേന വ്യഥന്തി ച. അങ്ങനെ 7ാമത്തെ ദിവസമായപ്പോ പരീക്ഷിത്ത് പറഞ്ഞു, ഇനി എനിക്ക് പേടിയില്ല. അതിനു മുൻപ് ഇവര് ആലോചിച്ചു, സമുദ്രത്തിന്റെ നടുക്ക് ഒരു കൊട്ടാരം പണിതാലോ, മൃഗങ്ങളും സർപ്പവും ഒന്നും വരാതിരിക്കാനുള്ള എല്ലാ വഴികളും ചെയ്താലോ, സർപ്പത്തിനെ കൊല്ലാനുള്ള വഴികൾ ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ആ ആൾക്കാര് രാജാവിനെ എങ്ങനെ കണ്ടു? തക്ഷകൻ വന്ന് എന്നെ കടിച്ചോട്ടെ, എനിക്ക് എന്താ വിരോധം, എൻ്റെ ഉള്ളിൽ നിറച്ച് ഭഗവാനല്ലേ എന്നുള്ള ആ ഒരു അവസ്ഥ വെറും 7 ദിവസം കൊണ്ട് ആ മഹാരാജാവിന് ലഭിച്ചു. 3ാമത്തെ ശ്ലോകം. അത്ര വിശേഷാണ് അജ്ഞാനം. മമ യോനിർമഹദ്ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. ഭരതന്റെ വംശത്തിൽ പിറന്നവനെ എന്ന് വിളിക്കുകയാണ്. ഭൗതിക സത്തയും അതിനുപരിയായിട്ടുള്ള ഭഗവാനും കൂടിയാണ് സകല ജീവനും ഇവിടെ ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് അമ്മയുടെ ഉദരത്തിൽ അതിനെ നിക്ഷേപിക്കുന്നത്. അപ്പോ ഭഗവാന്റെ മൂലപ്രകൃതി ആണ് നമ്മളുടെ ഒക്കെ ഉത്ഭവസ്ഥാനം. പ്രഭുപാദർ ഉദാഹരണം പറയുന്നത് അരി കൂട്ടിയിട്ടിട്ടുള്ള അരിക്കൂമ്പാരം, അരിയുടെ ഗോഡൗൺ. അതിൽ ആ അരിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തേള് വരും. തേള് വരുമ്പോൾ നമ്മൾ വിചാരിക്കും, പലപ്പോഴും തേളിന്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയില്ല, ചില നാട്ടിലൊക്കെ തേള് ധാരാളമായിട്ടുണ്ടാവും. അപ്പൊ ആ തേളിന്റെ കുഞ്ഞുങ്ങൾ ഈ അരിക്കൂമ്പാരത്തിന് വരുമ്പോ
അവർ വിചാരിക്കും ഇതെങ്ങനെയാ ഈ അരിന്ന് തേളുണ്ടാവണത് എന്ന്. പക്ഷെ അമ്മ തേള് വന്നിട്ട് എപ്പോഴും അതിൽ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്, അല്ലാതെ അങ്ങനെ വരില്ല. അതുപോലെ നമ്മൾക്കൊക്കെ ഭഗവാൻ ആ ചൈതന്യം തന്നിട്ടുള്ളത് കൊണ്ടാണ്, ആ ജീവൻ തന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾക്കിങ്ങനെ ഒരു മനുഷ്യനായിട്ടോ മൃഗമായിട്ടോ 84 ലക്ഷം തരം ജീവികളായിട്ടോ ഒക്കെ ജനിക്കാൻ ഭഗവാന്റെ ആ ചൈതന്യം അതിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ടാണ് സാധിച്ചത്. പിന്നെ ഇത് രണ്ടും ചേർന്നാലാണ് സകല ജീവജാലങ്ങളും ഉണ്ടാകുക. അല്ലാണ്ട് ആർക്കും ഒരു പ്രകൃതിയിലെ കുറെ വസ്തുക്കളല്ലേ ഈ ശരീരം എന്ന് വിചാരിച്ച് അതൊന്നും കൂട്ടി യോജിപ്പിച്ചത് കൊണ്ട് അത് സാധിക്കുകയേ ഇല്ല. ഒരു ജീവികൾക്കും അവരുടെ ജന്മാന്തര കർമ്മങ്ങൾ അനുഭവിച്ചിട്ട് തീരാതെ ഇവിടുന്ന് നമ്മൾ ജനിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഈ ജന്മത്തിൽ ഇത്രയും അനുഭവിക്കണം. അല്ലാതെ നമ്മൾ ചെയ്തത് മുഴുവനും അനുഭവിക്കാൻ നിന്നാ ബുദ്ധിമുട്ടാവും. അത് അനുഭവിച്ച് കഴിയാണ്ട് നമുക്ക് പോവാനും സാധിക്കില്ല. അപ്പൊ അതിന് പറ്റിയ ഒരു ശരീരമാണ് പ്രകൃതി തരിക. ഭഗവാന്റെ ചൈതന്യം എത്രയോ ചെറിയ രൂപത്തില് ഒരു തലമുടിനാരിന്റെ തുമ്പിന്റെ 10,000-ൽ-1 ഭാഗമായിട്ട് നമ്മളുടെ ഹൃദയത്തില് അത് ഇരിക്കുന്നു. ഹൃദയ ഗുഹയില് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹത് യോനിർ അഹം ബീജപ്രദ പിത. നമ്മളുടെ ഒക്കെ പിതാവ് ഭഗവാനാണ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ പറയില്ലേ. അപ്പൊ ഭഗവാനാണ് അമ്മയും അച്ഛനും എല്ലാതും. ഭഗവാന്റെ ആ ചൈതന്യം നമുക്ക് തരുന്നത് കൊണ്ടാണ് ആ ജീവൻ. ഭഗവാൻ ബീജം പ്രദാനം ചെയ്യുന്ന പിതാവാണ്. ഞാനാണ് നിങ്ങളുടെ ഒക്കെ പിതാവ്. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ. അഹം ബീജപ്രദാ പിത. ഭഗവാനാണ് നമുക്ക് ജീവൻ തരുന്നത്. എന്തിനാ ജീവൻ തരുന്നത്? നമ്മളെ രക്ഷിക്കാൻ. ഈ ലോകത്തിൽ പതിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ജയവിജയന്മാരുടെ കഥയിൽ കണ്ടിട്ടില്ലേ? അവര് പതിക്കാണ്. ഭഗവാന്റെ കാവൽക്കാരായിട്ട് വൈകുണ്ഠത്തില് നിന്നിരുന്ന ആൾക്കാരാണ്. അപ്പൊ സനൽകുമാരാദികളോട് കുറച്ച് അഹങ്കാരം. അവർ വൈകുണ്ഠത്തിലാണ് നിൽക്കുന്നത്, എന്നിട്ട് പോലും അവര് അഹങ്കാരം ബാധിച്ചു എന്നുള്ളതാണ്. എവിടേക്കാണ് പോണത് എന്നവര് സനൽകുമാരാദികളോട് ചോദിച്ചു. ചോദിച്ചതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല. അവര് കാവൽക്കാരാണ്. പക്ഷെ ചോദിക്കേണ്ടവരോട് മാത്രമല്ലേ ചോദിക്കാൻ പാടുള്ളൂ. സനൽകുമാരാദികൾ അത്രയും ശ്രേഷ്ഠരായിട്ടുള്ള മുനിമാരാണ്. അവരെ തടുത്തു നിർത്തി, കുന്തം കൊണ്ട് അവരെ തടഞ്ഞു എന്നാണ്. അതിന്റെ ശിക്ഷയായിട്ട് അവർക്ക് ഈ സർവശ്രേഷ്ഠരായിട്ടുള്ള മുനിമാര് ശാപം നൽകി. എന്താ ശാപം? ഭൂമിയിൽ വന്ന് ജനിക്കാൻ. അപ്പൊ മനസ്സിലായില്ലേ, അതൊരു ശാപമാണ്. ഇനി അതിന്ന് രക്ഷപ്പെട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തുക എന്നതാണ് ശാപമോക്ഷം. അങ്ങനെ ഭഗവാൻ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് നമ്മളെ ഏതെങ്കിലും ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങളൊക്കെ മാറ്റി നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് രക്ഷിക്കാനാണ്. അല്ലാതെ കർമ്മഫലങ്ങൾ തീരാനായിട്ട് വേറെ ഒരു വഴിയുമില്ല. ചിലപ്പോ മരമായിട്ട് ജനിക്കേണ്ടി വരും. മരമായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് മരത്തിന്റെ പോലെ ഒരു വികാരവും ഇല്ല, ഒരു സ്നേഹവും ഇല്ല, ആരോടും ഒരു സഹായം ചോദിച്ചു വരുന്നവർക്ക് ഒന്നും കൊടുക്കില്ല, മിണ്ടൂല്ല, അവരെ നോക്കൂല. അങ്ങനെ മരത്തിന്റെ രൂപം പോലെ ജീവനിൽ ജീവിച്ചിരിക്കുമ്പോ സ്ഥിതി ചെയ്ത ആൾക്കാര് മരമായിട്ട് ജനിച്ചു. പിന്നെന്താ ഉണ്ടാവുക? മരമായിട്ട് ജനിച്ചാൽ കൊടും വെയിൽ കൊള്ളേണ്ടി വരും, കല്ലേറ് കിട്ടേണ്ടി വരും. ചിലപ്പോ എന്തുണ്ടാവും? മഴ എടുത്തിട്ട് വെട്ടിമുറിച്ച് താഴ്ത്തിട്ട് കത്തിച്ചു എന്നും വരും. അങ്ങനെയുള്ള മരം പക്ഷെ എന്ത് ചെയ്യും? അതിന് യാതൊരു വിഷമവും ഇല്ലാതെ അത് ആ വെയിൽ കൊണ്ട് നിൽക്കും. എത്രയോ ആൾക്കാർക്ക് തണല് കൊടുക്കും. അനേകം പ്രാണികൾക്ക് ജീവനായിട്ട് വരും. തേനൂറുന്ന പഴങ്ങൾ ഉണ്ടായതൊക്കെ തന്നെ കല്ലെറിയണവർക്ക് തന്നെ കൊടുക്കും. അങ്ങനെ ചെയ്ത കുറ്റങ്ങളൊക്കെ മാറിയിട്ടാണ് അതിന് ഈ ഭൂമിയിൽ നിന്നും പോവാനായിട്ട് സാധിക്കുള്ളൂ. മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ മാവിനോ മറ്റു മരങ്ങൾക്കോ അതൊന്നും, മൃഗങ്ങൾക്ക് തിര്യക്കുകൾക്കോ ഒന്നും അത് അറിയാനുള്ള ബുദ്ധിശക്തിയില്ല. ആർക്കേ ഉള്ളൂ? മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ.
അപ്പോ എന്തൊക്കെ ചെയ്യണം എന്ന് ഭഗവാൻ പല അധ്യായത്തിലും പറഞ്ഞു തന്നിട്ടുണ്ട്. സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ്, യോഗാരൂഢന്റെ ലക്ഷണം എന്താണ്, കഴിഞ്ഞ അധ്യായത്തില് ജ്ഞാനിയുടെ ലക്ഷണം എന്താണ് എന്നൊക്കെ ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഈ അധ്യായത്തിലും പറയുന്നുണ്ട്. സത്വം രജ തമ ഇതി ഗുണ പ്രകൃതി സംഭവ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. അങ്ങനെ ദേഹം എടുത്തു കഴിഞ്ഞു ദേഹി എന്ന് വരുമ്പോ എന്തുണ്ടാവുന്നു? സത്വം രജസ് തമസ് എന്നുള്ള ഈ 3 ഗുണങ്ങള്, പ്രകൃതിയുടെ മായയുടെ ഈ 3 ഗുണങ്ങള് നമ്മളെ ബാധിക്കുകയാണ് ചെയ്യണത്. അപ്പോ അതനുസരിച്ചുള്ള പ്രവൃത്തികളാണ് ഓരോരുത്തരും ചെയ്യുക. അതുകൊണ്ടാണ് പലരും പല വിധത്തിലുള്ള രൂപങ്ങൾ, സ്വഭാവങ്ങൾ എടുക്കുന്നത്. ജീവസത്തകൾക്കൊക്കെ പിതാവ് ഭഗവാനാണ് എന്ന് പറയുന്നു. ഭൗതികവും ആത്മീയവുമായ പ്രകൃതിയുടെ സംയോഗമാണ് ജീവസത്തകൾ. അങ്ങനെയുള്ള ജീവസത്തകൾ ഭൂലോകത്തിൽ മാത്രമല്ല, ബ്രഹ്മാവ് വാഴുന്ന ഗ്രഹത്തിൽ പോലും കാണപ്പെടുന്നുണ്ട്. ഭൂമിക്കുള്ളിലും വെള്ളത്തിലും അഗ്നിയിലും ഒക്കെ ഇങ്ങനത്തെ ജീവജാലങ്ങൾ ഉണ്ട് എന്ന് പറയും. അങ്ങനെ ബീജപ്രദനായ പിതാവ് ഞാനാണ്. സകല ലോകത്തിലും ജീവികൾ ഉണ്ട്. ഇനി സത്വം രജസ് തമസ് എന്ന് പറയുന്ന പ്രകൃതി ഗുണങ്ങൾ 3 എണ്ണമാണ്. അത് നമ്മളെ ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ദേഹേ ദേഹിനം അവ്യയം. ഈ ശരീരം എടുത്തു കഴിഞ്ഞാല് നമ്മൾ ഈ 3 ഗുണങ്ങൾ കൊണ്ട് ബന്ധിതരാകുകയാണ് ചെയ്യുന്നത്. ആറാമത്തെ ശ്ലോകം. തത്ര സത്വം. ഇനി ഓരോന്നിന്റെ ഗുണങ്ങൾ പ്രത്യേകം എടുത്ത് പറയണം. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും, തമസല്ല വേണ്ടത്, രജസല്ല വേണ്ടത്, സത്വമാണ് വേണ്ടത്. അത് 3ഉം വിശദമായി പറഞ്ഞതിന് ശേഷം അതിനെ വിടണം, അതിനപ്പുറത്തുള്ള അവസ്ഥയെ പ്രാപിക്കണം, അതിനുള്ള വഴികളും പറഞ്ഞു തരുന്നുണ്ട്. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകം അനാമയം സുഖസംഖേന ബധ്നാതി ജ്ഞാനസംഖേന ജാനക. സത്വഗുണം മറ്റ് രജസിനേക്കാളും തമസിനേക്കാളും നിർമ്മലമാണ്. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമാണ്, വളരെ സന്തോഷം മനസ്സിന് തരുന്നതാണ്, പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതും ആണ്. ആ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്ക് എപ്പോഴും സുഖമുണ്ടാകും, ജ്ഞാനമുണ്ടാകും. പക്ഷെ അതും നമ്മളെ ബന്ധിക്കും എന്നാണ്. സത്വഗുണം ചെയ്യുന്നത്, ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന പൂജ ചെയ്യുന്ന ഭക്തൻ ഉണ്ട്, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന, ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ആചാര്യന്മാരുണ്ടാവും, അല്ലെങ്കിൽ ധാരാളം ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ അവരെയും ബന്ധനം ഉണ്ടാക്കും. എന്താ സത്വഗുണികളുടെ ബന്ധനം എന്ന് ചോദിച്ചാല് സുഖസംഖ്യേന ജ്ഞാനസംഖ്യേന. എനിക്ക് നല്ല സുഖമാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ഇങ്ങനെ അറിവ് വീണ്ടും വീണ്ടും ഉണ്ടാക്കുമ്പോ. ഇപ്പൊ ഞാനൊരു ജ്ഞാനിയാണ്, മറ്റുള്ളവരെക്കാളൊക്കെ ജ്ഞാനം എനിക്ക് കൂടും, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള അഹങ്കാരം കുറച്ച് ബാധിക്കും. അതാണ് സത്വഗുണികളുടെ ബന്ധനം. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകം അനാമയം. അനാമയമാണ്. സത്വഗുണികൾക്ക് മറ്റു ഗുണികളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, അപേക്ഷിച്ച് നോക്കുമ്പോൾ ദുഃഖമില്ല. അവർക്ക് അറിയുന്നതാണ്, അറിവുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് അനാമയം, ആമയം, വിഷമം, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണ്. അവരുടെ മനസ്സും അവരുടെ മുഖവും ഒക്കെ ഇങ്ങനെ പ്രകാശിക്കുന്നത് പോലെ ഉള്ളതാണ്. പക്ഷെ സുഖസംഖേന ജ്ഞാനസംഖേന അതും ബന്ധിക്കും നമ്മളെ. ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നല്ലേ. അങ്ങനെ ജ്ഞാനം നമ്മളുടെ കണ്ണുകളിൽ കൂടി മുഖത്തും ഒക്കെ ഇങ്ങനെ ഒരു ശോഭയായിട്ട് നിറയും. കാരണം അവരുടെ മനസ്സാകുന്ന ദർപ്പണം മാലിന്യമൊക്കെ പോയിട്ട് തെളിഞ്ഞു നിൽക്കുന്നതാണ്, അനാമയമാണ്, ദോഷമില്ലാത്തതാണ്, സന്തോഷ മനസ്കനാണ്. അതൊക്കെ സത്വഗുണത്തിന്റെ ഗുണങ്ങളാണ്. പക്ഷേ അതും നമ്മളെ ബന്ധിക്കും, ഈ ലോകവുമായിട്ട് ബന്ധിക്കും.
അപ്പോ നേരെ ഭഗവാനിലേക്ക് പോകാനുള്ള വഴിയിൽ നിന്നും പിടിച്ചു വലിക്കും. പക്ഷെ രജസും തമസും ഒക്കെ ഉള്ളവരെക്കാളും ബന്ധം കുറവായിരിക്കും. സത്വമാണ് കൂടുതൽ നല്ലത്. കുടുക്കില് പെടുത്തും. പക്ഷെ ഈ അഹങ്കാരം വന്ന് പെട്ടാല് അതിൽ നിന്നും നമ്മൾ വിചാരിച്ചാല് നമ്മളെ രക്ഷപ്പെടുത്താനൊക്കെ നമുക്ക് തന്നെ സാധിക്കും. അപ്പൊ പ്രഭുപാദര് പറയണ ഇങ്ങനെയുള്ളവര് മരിക്കുമ്പോ കവിയായിട്ടും തത്വചിന്തകനായിട്ടും ശാസ്ത്രജ്ഞനായിട്ടും ഒക്കെയാണ് ജനിക്കുക. അല്ലാതെ ഇങ്ങനെയൊരു അഹങ്കാരം ബന്ധിക്കാതിരുന്നാല് നേരിട്ട് ഭഗവാനിലേക്ക് പോവാമായിരുന്നു എന്നാണ്. അപ്പൊ സത്വഗുണം വലുതാണ്, എന്നാൽ അതിനും ബന്ധനമുണ്ട്. 6ാമത്തെ ശ്ലോകമാണ് ഇപ്പൊ പറഞ്ഞത്. സുഖസംഗേന ബദ്ധനാദി ജ്ഞാനസംഗേന ച അനഘ. ഇനി 7ാമത്തെ ശ്ലോകത്തിൽ രജോ ഗുണത്തിന്റെ കാര്യം. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാ സംഗസമുദ്ഭവം തത് നിബധ്നാദി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. രജോ ഗുണം അത്ര നല്ലതല്ല. അതാണ് ഈ ഭൂമിയിൽ ഏറ്റവും അധികം കാണുന്നത് രജോ ഗുണാണ്. അത് കാമത്തിൽ നിന്നും ആസക്തിയിൽ നിന്നും ആണ് ഉണ്ടാവുന്നത്. അത് ജീവാത്മാവിനെ വെറുതെ വിടില്ല, ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് സമ്മതിക്കില്ല. എപ്പോഴെങ്കിലും ഇരുന്നാല് നാമം ജപിക്കാനിരുന്ന അപ്പൊ മനസ്സിനെ ഓരോ ചിന്തകളിലേക്ക് വലിച്ചു കൊണ്ടുപോകും. ഇന്ദ്രിയ സുഖത്തിനെ കുറിച്ച് ആലോചിച്ച് പണം ഉണ്ടാക്കാനുള്ള കാര്യം, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ഓരോന്ന് കാണണ്ട ടിവിയിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇലക്ഷന്റെ ന്യൂസ്, അതൊക്കെ ഇങ്ങനെ അറിയാനുള്ള ഒരു ശ്രദ്ധ വരും. ചെവി കൊണ്ടാണെങ്കിൽ വല്ല മെസ്സേജ് വാട്സപ്പിൽ വരികയൊക്കെ ആണെങ്കിൽ അത് കേൾക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഇന്ദ്രിയങ്ങൾ ഓരോന്നായിട്ടും നമ്മളെ ഈ ജ്ഞാനമാർഗത്തിൽ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. തൃഷ്ണയും സംഘവും ആണ് ഇതിന്റെ ഉത്ഭവ കാരണങ്ങൾ, ഈ രജസ് അധികമാവാനുള്ള കാരണം. അപ്പൊ തന്നെ നമുക്കറിയാം, തൃഷ്ണയെ ഉപേക്ഷിക്കുക, സംഘത്തിനെ ഉപേക്ഷിക്കുക. അപ്പൊ നമുക്ക് ഈ രാജസ ഗുണത്തിൽ നിന്നും ഉയരാനായിട്ട് സാധിക്കും. തൻ നിബദ്ധനാദി കൗന്ദേയ, അല്ലയോ കുന്തിയുടെ മകനെ, അതാണ് നമ്മളെ ബന്ധിക്കുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരിക്കൽ ഇന്ദ്രനെ ശാപം മൂലം ഇന്ദ്രൻ പന്നിയായിട്ട് ജനിച്ചു. കുറച്ചു കഴിഞ്ഞു പന്നിക്ക് ഭാര്യ പന്നിയായി, കുറെ കുഞ്ഞു പന്നി കുട്ടികളൊക്കെ ആയി. ചളിയില് മാലിന്യം നിറഞ്ഞിട്ടുള്ള കുഴലുകളിലൊക്കെ കിടന്നു കുളയ്ക്കുന്ന സമയത്ത് നാരദര് വന്നിട്ട് പറഞ്ഞു, വന്നോളൂ പോവാം, അവിടെ ഇന്ദ്രാണി ഉണ്ടല്ലോ, എല്ലാ സുഖ സൗകര്യങ്ങളും ഇല്ലേ, ദേവലോകത്തിന് ഇപ്പൊ നാഥനില്ല, വരൂ തിരിച്ചു പോവാന്ന് പറഞ്ഞപ്പോ, എന്ത് ദേവലോകം, ഇതിനേക്കാളും സുഖം എവിടെയാണുള്ളത് എന്ന് ചോദിച്ചു. അതിനെന്താ കാരണം? ബന്ധനം തന്നെ യഥാർത്ഥ അറിവിൽ നിന്നും വിട്ടുപോകുന്നതാണ്. പിന്നെ നാരദരുടെ ഉപദേശം കേട്ട് ബുദ്ധി തെളിഞ്ഞപ്പോഴാണ് ഇന്ദ്രൻ സ്വന്തം സ്വർഗത്തിലേക്ക് തിരിച്ചു പോയത്. അതുപോലെയാണ് ഈ രജസ് നമ്മളെ ബന്ധിക്കും. യഥാർത്ഥമായിട്ടുള്ള തെളിഞ്ഞ കാഴ്ച നമുക്ക് കാണാൻ സാധിപ്പിച്ചു തരില്ല. ഒരു കണ്ണാടി, മഞ്ഞ നിറത്തിലുള്ള ഒരു കണ്ണാടി വിചാരിക്കുക, അത് വെച്ചാല് എല്ലാം മഞ്ഞയായിട്ട് തോന്നുകയാണ്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് അറിയണമെങ്കിൽ ഈ കണ്ണാടി എടുത്ത് മാറ്റണല്ലോ. അതാണ് അങ്ങനെ ബന്ധിക്കുന്നതാണ് രജോ ഗുണം. രജസ്, രാഗം, തൃഷ്ണ, മോഹം, ഇതൊക്കെയാണ് അതിന്റെ കാരണം. അങ്ങനെയുള്ള കർമ്മങ്ങളാണ് നമ്മൾ ധാരാളം ചെയ്യുക. സ്ത്രീ പുരുഷ ആകർഷണം ഇങ്ങനെയുള്ളവർക്ക് വല്ലാതെ കൂടുതലായിരിക്കും. ഭൗതിക സുഖങ്ങള് എത്ര കിട്ടിയാലും മതിയാവില്ല. നല്ല കുടുംബം വേണം, മക്കൾ വേണം, ധാരാളം പണം വേണം എന്നൊക്കെ വിചാരിച്ച് ഓരോ ലക്ഷ്യം നേടാനും പരക്കം പായും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തതിനാണ് നാട്ടുകാരെന്ത് പറയും, അവരെ കൊണ്ട് നല്ലത് പറയിക്കണം എനിക്ക് എന്ന് വിചാരിച്ചിട്ട് പകലില്ലാണ്ട് പണിയെടുക്കുക. വിശ്രമിക്കാൻ അവർക്ക് സമയമില്ല. വിശ്രമിക്കണ സമയം പോലും ഇല്ലെങ്കിൽ എങ്ങനെ ഭഗവാനെ വിചാരിക്കും? അതുകൊണ്ട് പറയണു അവർക്ക് മുക്തി വിദൂരമാണ്. 8ാമത്തെ ശ്ലോകം. തമസസ്തു, ഇനി തമസിന്റെ കാര്യം പറയുന്നു. തമസസ്തു അജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദ ആലസ്യ നിദ്രാഭി തന്നിബധ്നാദി ഭാരത. അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് തമോ ഗുണം, ജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് സത്വഗുണം, രാഗദ്വേഷങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്
രജോ ഗുണം. തമോ ഗുണം എവിടെ നിന്നുണ്ടാവുന്നു? മനസ്സിൽ അജ്ഞാനം എന്നറിയുമ്പോഴാണ് ഈ തമോ ഗുണം ഉണ്ടാവുക. അത് വ്യാമോഹിപ്പിക്കുന്നതാണ്. പ്രമാദം, അലസത, നിദ്ര എന്നിവ വഴി അത് ആത്മാവിനെ മുകളിലേക്ക് ഉയരാൻ അനുവദിക്കാതെ പിടിച്ചു കെട്ടിയിടും. ഉറങ്ങി എനിക്ക് മതിയാവണില്ല, എപ്പോഴും ഉറങ്ങിയ എന്തൊരു സുഖാണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ, അല്ലെങ്കിൽ ഏതു നേരവും TV കണ്ടുകൊണ്ട് കടലെ കുറിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഓരോ കാര്യങ്ങൾ ആവശ്യമില്ലാത്തതായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കൂടി പ്രമാദത്തിൽ പെടും, തെറ്റുകളിലേക്ക് നീങ്ങും. മദ്യപാനം, ചീട്ടുകളി, പിന്നെന്താ പുകവലി, അങ്ങനെയുള്ളതിലൊക്കെ ചെന്ന് പെടും, ലഹരിക്കടിമപ്പെടും. അതൊക്കെ ഈ തമോ ഗുണത്തിന്റെ ഒരു ബന്ധനമാണ്. അവർക്ക് വളരെ ദൂരെയാണ് അവരുടെ മോചനം എന്നറിയുക. അപ്പം തമോ ഗുണികളെ മോഹിപ്പിക്കുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരെ ബന്ധിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? പ്രമാദം, ആലസ്യം, നിദ്ര, ഇവയാണ്. എന്താണ് ചെയ്യേണ്ട കാര്യം, എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് അവരുടെ മനസ്സിൽ തെളിയേയില്ല. താഴോട്ട് അവർ അധപ്പതിച്ചുകൊണ്ടിരിക്കും. ഇതേ അവിടെ നല്ല ഒരു സത്സംഗമുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ആ അമ്പലത്തില് നിറമാലയുണ്ട്, തൊഴാന്ന് പറഞ്ഞ ഞാനൊന്നുമില്ല, എനിക്ക് ആ നേരം ഇവിടെ അങ്ങനെ വെറുതെ ഇരിക്കാനാ ഇഷ്ടം എന്ന് പറയുന്നത് ഈ തമോ ഗുണി ആയതുകൊണ്ടാണ്. അവർക്ക് ഒരു ഉന്മാദമാണ്. പണം വാരി കൂട്ടണം, സുഖ സൗകര്യങ്ങൾ, ഇപ്പൊ 100 ഡ്രസ് ഉണ്ടാവും, എന്നാലും പിന്നെയും വാങ്ങുക, ഒരാൾക്കും ഒന്നും കൊടുക്കില്ല. അങ്ങനെ രജോ ഗുണികളാണെങ്കിൽ അവർക്ക് എപ്പോഴും പ്രവൃത്തി ചെയ്യാൻ ഇഷ്ടമാണ്. തമോ ഗുണികൾക്ക് അതുമില്ല. അവര് അലസത, നിദ്ര, എപ്പോഴും കിടന്ന് ഉറങ്ങാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. പ്രഭുപാദർ പറയുന്നു, സാധാരണ ഒരു മനുഷ്യന് 6 മണിക്കൂറേ ഉറങ്ങണ്ടു, അതിൽ കൂടുതൽ ഉറങ്ങുന്നത് തെറ്റാണ്. ഈ തമോ ഗുണികളാണെങ്കിൽ എപ്പോഴും അങ്ങനെ ഉറങ്ങാൻ അവർ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് എപ്പോഴും ഒരു വിഷാദഭാവമാണ്, ഒരു ഉറക്കം തൂങ്ങിയ ഭാവമാണ് ഉണ്ടാവുക. അവരെ ലഹരിക്കൊക്കെ പെട്ടെന്ന് അടിമപ്പെടുന്ന ഒരു കൂട്ടരാണ്. അവരെയാണ് ഈ വേഗം ലഹരിക്കൊക്കെ അടിമപ്പെടുത്തിയിട്ട് ഗുണ്ടകളായിട്ടും തെമ്മാടികളായിട്ടും ഒക്കെ മാറുന്നത്. പണം കണ്ടാൽ അവരെന്തും ചെയ്യും. അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ ആരംഭം ഉണ്ടാവുമ്പോൾ തന്നെ അതൊന്ന് രക്ഷപ്പെടണം എന്നാണ്. തമസസ്തു അജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനം. അത് മോഹിപ്പിക്കും. പ്രമാദ ആലസ്യ നിദ്രാഭി തന്നിബദ്ധനാലി. അത് ബന്ധിക്കുന്നത് പ്രമാദം കൊണ്ടും ആലസ്യം കൊണ്ടും നിദ്ര കൊണ്ടും ആണ് എന്ന് അറിയുക. ഇനി 9ാമത്തെ ഇത് രജസ്, തമസ്, സാത്വികം മൂന്നിന്റെ ഓരോ ഉദാഹരണങ്ങളാണ്. കാക്ക കറുത്ത നിറമാണ്, കറ ശബ്ദമാണ്, മാലിന്യത്തിലാണ്, മാലിന്യം ഭക്ഷിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെയുള്ള ആ കാക്ക ഒരു ഭാഗത്ത് പഞ്ചസാര പായസം, മറ്റു ഭാഗത്ത് ഒരു ചീഞ്ഞ എലിയുടെ ശവം ഉണ്ടെങ്കിൽ കാക്ക രണ്ടാമത് പറഞ്ഞതിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. അങ്ങനെയുള്ള കാക്കയാണ് താമസ സ്വഭാവത്തിന് ഉദാഹരണം. 2ാമത്തെ ചിത്രത്തിൽ തേനീച്ചയാണ്. സദാസമയവും പ്രവൃത്തി തന്നെ പ്രവൃത്തി അല്ലേ. ആ പൂവിന്ന് കുറച്ച് തേനെടുക്കും, പിന്നെ ഇപ്പുറത്തെ പൂവിലേക്ക് പോവും, എന്നിട്ട് അത് കൂട്ടിൽ കൊണ്ടുപോയി ശേഖരിച്ചു വെക്കും. എന്നിട്ട് എന്താ പാവം തേനീച്ചകളൊക്കെ ഓടിച്ച് അവസാനം ആരെങ്കിലും ആ തേനും കൊണ്ട് പോവും. അതാണ് രജോ ഗുണം. പിന്നെ ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത് ഹംസമാണ്. മാനസ സരസിലാണ് വാസം. താമര വളയമാണ് ഭക്ഷണം. പാല് കൊടുത്താൽ തന്നെ അതിൽ നിന്ന് ആ സത്ത് ഊറ്റിക്കുടിക്കാനായിട്ട് അവയ്ക്ക് കഴിവുണ്ട്. ഒട്ടും അഹങ്കാരമില്ല. അങ്ങനത്തെ നിറമാണെങ്കിൽ വെള്ളയാണ്. അങ്ങനെയുള്ളതാണ് ഈ ഹംസം. മഹാഭാരതത്തിലൊരു കഥയുണ്ട്, ഈ അരയന്നം കാക്കയും തമ്മിലുള്ള മത്സരത്തിന്റെ കഥ. അപ്പൊ അരയന്നത്തിനോട് എല്ലാവർക്കും ഇഷ്ടം, കാക്കയോട് ഇഷ്ടമില്ല. കാക്കയെ കാണുമ്പോൾ ആട്ടിപ്പായിക്കും. അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാക്ക അരയന്നത്തിനോട് ചോദിച്ചു, എൻ്റെ ഒപ്പം പറക്കാൻ പറ്റുമോ എന്ന് പറയും. അപ്പൊ നോക്കാം എന്ന് പറയും. ഞാൻ നല്ല ഉയരത്തിൽ പറക്കും, ഏറ്റവും കൂടുതൽ ആരാ പറക്കുക നോക്കാം എന്ന് പറഞ്ഞിട്ട് ഈ കാക്കയും അരയന്നവും കൂടി പറക്കാൻ തുടങ്ങി. പക്ഷെ അഹങ്കാരം കൊണ്ട് കാക്ക എന്തായി, പലതരത്തിൽ പറന്ന് കാണിക്കുകയാണ്. കണ്ട, ഇങ്ങനെ ചെരിഞ്ഞ് പറക്കാൻ നിങ്ങൾക്ക് പറ്റുമോ, ഇങ്ങനെ ഈ ഭാഗത്തിൽ പറക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചിറക് ഇങ്ങനെ ആക്കിയിട്ട് പറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് പലതരം. അരയന്നം അതൊന്നും ശ്രദ്ധിക്കണില്ല, അത് ഒരേപോലെ ഇങ്ങനെ പോവാണ്. അങ്ങനെ കാക്ക മുകളിലേക്ക് പറക്കും, താഴത്തേക്ക് പറക്കും, ചെരിഞ്ഞ് പറക്കും,
അവസാനം ചിറക് കുഴഞ്ഞ് കാക്ക താഴെ വീണു. അരയന്നാവട്ടെ അതൊന്നും ശ്രദ്ധിക്കാതെ അരയന്നം പറന്നു പോവുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ആ സുഖ ഗുണങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നത്. 9ാമത്തെ ശ്ലോകം. സത്വം സുഖേ സഞ്ജയതി രജ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമ പ്രമാദേ സഞ്ജയത്യുദാ. ഭാരത എന്ന് പറഞ്ഞാല് അർജുന, സത്വഗുണം നമ്മളിപ്പോ പറഞ്ഞതിനെ ചുരുക്കി പറയണം. സത്വഗുണം സുഖം കൊണ്ട് ബന്ധിക്കും. സുഖം എന്ന് വെച്ചാല് ഞാൻ വലിയ ആളാണ് എന്നുള്ള ആ ഒരു സന്തോഷം. രജസ് കർമാനുഷ്ഠാനത്തിൽ കർമ്മം ചെയ്യുക, വിശ്രമമില്ലാതെ പ്രവർത്തിക്കുക, അതിലും. തമസ് ജ്ഞാനത്തെ ആവരണം ചെയ്ത് തെറ്റുകളിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകും. 10ാമത്തെ ശ്ലോകം. സത്വഗുണം ഒരാളെ സുഖം കൊണ്ട് ബന്ധിക്കും, രജോ ഗുണം കർമ്മം കൊണ്ട് ബന്ധിക്കും, തമോ ഗുണം ഉന്മാദം കൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ സമയം കളയും. 10ാമത്തെ ശ്ലോകം. രജസ്തമശ്ച അഭിഭൂയ സത്വം ഭവതി ഭാരത രജ സത്വം തമശ്ചൈവ തമ സത്വം രജസ്തദാ. ചില സമയത്ത് ഓരോ ഗുണങ്ങൾ പ്രബലമായിട്ട് വന്നു വരും. ചിലപ്പോ സത്വഗുണം നന്നായിട്ട് വരും, അപ്പൊ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. ചിലപ്പോ രജസ് സത്വത്തിനെയും തമസിനെയും ഒക്കെ താഴ്ത്തിയിട്ട് അത് മുകളിലേക്ക് വരും. ചിലപ്പോ തമസ്, നമുക്കൊക്കെയും ഓരോ ദിവസം അങ്ങനെ ഉണ്ടാവുന്നത് തന്നെയാണ്, അങ്ങനെ വരും. അതുകൊണ്ട് സദാ നമ്മൾ ശ്രദ്ധിക്കണം, തമസ് നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാണ്. രജ തമ അഭിഭൂയ സത്വം ഭവതി ഭാരത. രജസിനെയും തമസിനെയും താഴ്ത്തിയിട്ട് സത്വം മുകളിലേക്ക് വരും. വേറെ ചിലപ്പോ രജസ് സത്വത്തിനെയും തമസിനെയും താഴ്ത്തി രജസ് മുകളിലേക്ക് വരും. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു ഉന്മേഷം വരും, പ്രവൃത്തി ചെയ്യാനായിട്ട് തോന്നും. തമ സത്വം രജസ്തത. ചിലപ്പോഴൊക്കെ സത്വത്തിനെയും രജസിനെയും താഴ്ത്തിയിട്ട് തമസ് മുകളിലേക്ക് വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഉറക്കം തൂകാനൊക്കെ തുടങ്ങും. അങ്ങനെ ഇവ മൂന്നും തമ്മിലുള്ള ആധിപത്യത്തിനുള്ള മത്സരം നിലനിൽക്കുന്നുണ്ട്. 11ാമത്തെ ശ്ലോകം. അപ്പൊ ആ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആർക്ക് വേണമെങ്കിൽ, ഇതാണ് മനുഷ്യന്റെ ഒരു അനുഗ്രഹം, തമസിനെ ജയിക്കാം, രജസിനെ ജയിക്കാം, സത്വത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും. രജോ ഗുണം വർദ്ധിപ്പിച്ച് സത്വ തമസുകളെ കീഴടക്കാൻ സാധിക്കും. തമോ ഗുണത്തിനെ പോഷിപ്പിച്ച് നശിക്കാനും സാധിക്കും. ഇങ്ങനെ ഭൗതിക പ്രകൃതിക്ക് 3 ഗുണങ്ങൾ ഉണ്ടെങ്കിലും സ്ഥിരനിശ്ചയം, ഞാൻ മുന്നേറും, ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് ഉള്ള വഴിയിൽ തന്നെ നിൽക്കുള്ളൂ എന്നുള്ള നിശ്ചയമുള്ളവർക്ക് സത്വഗുണം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതാണ്. പിന്നെ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, അതിനെയും അതിക്രമിച്ചിട്ട് ഗുണാതീതൻ അല്ലെങ്കിൽ വസുദേവ അവസ്ഥ എന്ന വിശുദ്ധ സത്വഗുണത്തിലെത്താൻ സാധിക്കും. അപ്പം നമുക്കിപ്പോ എന്ത് ഗുണാണ് എന്ന് ആലോചിച്ചാല് മനസ്സിലാകാൻ പറ്റും. ഈ 3 ഗുണങ്ങളും നമ്മളെങ്ങനെ കെട്ടി വലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം. ഈ ലോകത്തിലെ നമ്മുടെ ലക്ഷ്യം അത്രയും വലുതാണ്. ഇനിയും ഇങ്ങനെ ബുദ്ധിമുട്ടും വിഷമവും അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ അവിടെ ഇരുന്ന് നമ്മളെ വിളിക്കുന്നുണ്ട് എന്നതാണ്. 11ാമത്തെ ശ്ലോകം. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃദ്ധം സത്വം ഇത്യുദാ. സത്വഗുണം പ്രകാശിച്ച് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സത്വഗുണം പ്രബലമായിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള സകല ദ്വാരങ്ങളും പ്രകാശ ഉപജായത വളരെ നന്നായിട്ട് പ്രവർത്തിക്കും. മുഖത്തും കണ്ണുകളിലും ഒക്കെ ഒരു പ്രകാശം ഉണ്ടാകും. മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടാകും. കാര്യങ്ങളെ ശരിയായിട്ട് കേൾക്കാനും കാണാനും യഥാർത്ഥത്തിൽ എന്താണ് എന്ന് വഴി തെറ്റാതെ, മനസ്സിലായില്ല പറയണത് നമ്മൾ പറയില്ല, മനസ്സിലാവും. അപ്പോൾ അങ്ങനെ സന്തുഷ്ടി എന്ന ആ അവസ്ഥ വരുന്നതാണ് സത്വഗുണത്തിന്റെ അവസ്ഥ. അതാണ് ഓരോ ഗുണവും പ്രബലമായാൽ എന്താണ് ഉണ്ടാവുക എന്നാണ് 11ാമത്തെ ശ്ലോകം മുതൽ പറയണത്.
കണ്ണുകള് മായ കാഴ്ചയിലൊന്നും പിന്നെ താല്പര്യപ്പെടില്ല. ഭഗവാന്റെ ആ മോഹനമായിട്ടുള്ള രൂപത്തിലാണ്. അതുപോലെ തന്നെ ചെവി ആണെങ്കിൽ പരദൂഷണവും ഏഷണിയും ആവശ്യമില്ലാത്ത വർത്താനം അതൊന്നും ചെവിക്ക് പിന്നെ ഇഷ്ടാവില്ല. ഭഗവാന്റെ സ്തോത്രം അല്ലെങ്കിൽ ആ കീർത്തനങ്ങളൊക്കെ കേൾക്കുക, ഭഗവാന്റെ നാമം നമ്മൾ ചെല്ലുന്നത് തന്നെ ചെവിയിൽ കേൾക്കുക, അതൊക്കെ ആയിരിക്കും ഈ സത്വഗുണം വർദ്ധിച്ച സമയത്ത് ചെവിക്ക് ഇഷ്ടം. മൂക്കാണെങ്കിലോ മൂക്കിന് ഈ മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഭക്ഷണമാണ് താമസ ഗുണം വർദ്ധിക്കുമ്പോൾ ഇഷ്ടാവുക. അതിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ സാത്വികമായ ഭക്ഷണം കഴിക്കും. ഭഗവാന്റെ കളഭത്തിന്റെയും ഒക്കെയുള്ള മണം ഏറ്റവും സന്തോഷമായിട്ട് അനുഭവപ്പെടും. 12ാമത്തെ ശ്ലോകം. രജസ് വർദ്ധിച്ചാൽ എന്താണ് ഉണ്ടാവുക? ലോഭ പ്രവൃത്തിർ ആരംഭ കർമ്മണാം അശമസ്പൃഹ രജസി ഏതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. രജോ ഗുണം വലുതാകുമ്പോൾ അതിയായ ആസക്തി ഉണ്ടാവും, ഫലോദിഷ്ടമായ പ്രവർത്തനം. ഫലം എന്താ കിട്ടുക എനിക്കിങ്ങനെ ചെയ്താല്? ഒന്ന് വരൂ, ഇങ്ങനെ എൻ്റെ കൂടെ ഈ സേവയിൽ പങ്കെടുക്കൂ, നമുക്ക് ഇന്ന് പോയിട്ട് ആ അമ്പലത്തിലെ ദീപസ്തംഭം ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം, അതിൽ അപ്പടി എണ്ണയും അഴുക്കും ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ ചോദിക്കും, പണം തരുമോ? എന്താ ഇപ്പൊ എനിക്ക് അവിടെ വന്ന കാര്യം എന്ന് ചോദിക്കും. അതാണ് രജസ്സിന്റെ പ്രവർത്തനം. ഈ പണം ഇങ്ങനെ ചിത്രത്തിൽ കണ്ട പോലെ വാരിക്കൂട്ടി പിടിച്ചു വെക്കാനായിട്ടൊരു ഇഷ്ടമുണ്ടാവും. മോഹാവേശം, കഠിനമായ പ്രയത്നം, ആഗ്രഹങ്ങള്, തീരാത്ത ആഗ്രഹങ്ങള്, അതൊക്കെ ഈ രജസ്സിന്റെ ലക്ഷണമാണ് എന്ന് അറിയുക. 13ാമത്തെ ശ്ലോകം. അപ്രകാശോ, തമസ് വർദ്ധിച്ച എന്താണ് ഉണ്ടാവുക? അപ്രകാശോ അപ്രവൃത്തിശ്ച പ്രമാദോ മോഹ ഏവ ച തമസ്യേതാനി ജായന്തേ വിവൃദ്ധേ കുരുനന്ദന. തമസാണ് കൂടുമ്പോൾ ഒരു ഉന്മേഷവും ഉണ്ടാവില്ല, ഒരു തേജസ്സും ഉണ്ടാവില്ല. ഉറങ്ങണം ഉറങ്ങണം എന്നുള്ള ആ ഭാവം, ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല. ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, മടി കൊണ്ട്. ഇവിടെ എനിക്ക് വയ്യ അതൊന്നും ചെയ്യാൻ എന്നും പറഞ്ഞ അവിടെ അങ്ങനെ ഇരിക്കും. സ്വാദുള്ള ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട, എന്തെങ്കിലും കഴിച്ചാൽ മതി, അങ്ങനെയൊക്കെ അങ്ങനെ തോന്നും. അതിനെയാണ് ഈ തമസിന്റെ ലക്ഷണാണിത്. മടിയാണ് കാരണം, അത് പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കും. നിശ്ചയം ഉറപ്പൊന്നും ഉണ്ടാവാനായിട്ട് അത് സമ്മതിക്കില്ല. ഇതേ അവിടെ ഒരു കാര്യമുണ്ട്, അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ ഞാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് തമസ് പ്രബലമാകുമ്പോൾ ഉണ്ടാകുക. ഇനി 14ാമത്തെ ശ്ലോകം. മരണസമയത്ത് ഓരോരുത്തർക്കും എന്താണ് പ്രബലമായി നിൽക്കുന്നത് അതിനനുസരിച്ചാവും. സത്വഗുണം പ്രബലമാകുമ്പോ എന്ത് സംഭവിക്കും? യഥാ സത്വേ പ്രവൃദ്ധേ തു പ്രളയം യാതി ദേഹഭൃത് തതോ ഉത്തമവിധാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. മരിക്കുന്ന സമയത്ത് സത്വഗുണമാണ് കൂടുതൽ എങ്കിൽ അവർ 14 ലോകല്ലേ, അതിൽ ഉത്കൃഷ്ടമായിട്ടുള്ള ഋഷിവര്യന്മാര് താമസിക്കുന്ന ഭക്തിയുടെ നൈർമല്യം നിറഞ്ഞിട്ടുള്ളതായ ആ ഉത്കൃഷ്ട ലോകത്തിലെത്തും. അതാണ് ഈ 14ാമത്തെ ശ്ലോകം. യഥാ സത്വേ പ്രവൃദ്ധേതു പ്രളയം, പ്രളയം മരണം. സത്വം പ്രവൃദ്ധമായിരിക്കുമ്പോഴാണ് മരണം എങ്കിൽ ദേഹഭൃത്, ആ ദേഹി ആത്മാവ്, ഉത്തമവിധാം ലോകാൻ അമലാൻ, അമലമായ പരിശുദ്ധമായ ഉത്തമ ലോകത്തെ പ്രതിപദ്യത്തെ പ്രവേശിക്കും. അജാമിലന്റെ ഒക്കെ പോലെ. നമുക്കിത് ബാക്കി നമ്മൾ പറയാം. ഇന്ന് ഒരു പ്രധാന കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 19-ാം തീയതിയാണ് നമ്മളുടെ, അറിയാലോ മുൻപും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഇസ്കോൺ മാംഗ്ലൂരിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ടെമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മളൊക്കെ ഡൊണേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്തുല്ലോ. വളരെ വലിയ ചെലവുള്ളതാണ് എന്നൊക്കെ നാമനിഷ്ഠദാസ് പ്രഭുജി വന്ന് പറഞ്ഞില്ലേ ഒരു ദിവസം. ആ കാര്യം 19-ാം തീയതി ഓഗസ്റ്റിനാണ് ടെമ്പിളിന്റെ ഇനോഗ്രേഷൻ പ്രോഗ്രാം. അതുകൊണ്ട് 17, 18, 19 അവിടെ താമസിക്കുകയും സേവകൾ ഇഷ്ടം പോലെ ചെയ്യാനുണ്ടാവും. അങ്ങനെയുള്ള ഒരു കാര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താമസിയാതെ തന്നെ ലിങ്ക് ഇതിനിടും. 17-ാം തീയതി പോയിട്ട് 20-ാം തീയതി തിരിച്ചു വരും. അവിടെ AC റൂമൊക്കെ അവർ ബുക്ക് ചെയ്ത് തരും. റെയിൽവേ സ്റ്റേഷൻ വരെ നമ്മൾ എത്തണം. അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണതും
താമസിക്കുന്നതും ഭക്ഷണം ഒക്കെ അമ്പലത്തിൽ നിന്നാണ്. അതൊന്നും ഉണ്ടാവില്ല. 3 ദിവസത്തിനും കൂടിയിട്ട് 3000 രൂപ മാത്രമാണ് ചെലവ് പറഞ്ഞിട്ടുള്ളത്. ഹോട്ടലിലെ താമസവും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ടുള്ള യാത്രയും ഭക്ഷണവും ഒക്കെ അമ്പലം തന്നെയാണ് വഹിക്കുന്നത്. 3000 രൂപ മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. വളരെയധികം സന്യാസിമാർ അവിടെ വരുന്നതാണ്. അവരുടെ നല്ല പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാം. പിന്നെ ബലരാമ പൂർണിമ എന്ന് പറയുന്ന ആ ദിവസം അതിൻ്റെ ഇടയിലാണ് വരുന്നത്. അതുകൊണ്ട് കഴിയണത്ര ആൾക്കാർ ആ വലിയ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് ശ്രീജ വിജി മാതാജിയെ അറിയിക്കുക, അല്ലെങ്കിൽ ഇതിൽ ലിങ്ക് ഇടും, അതിൽ രജിസ്റ്റർ ചെയ്താൽ മതി. ഈ കാര്യം ഇന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിർത്താം. ഓം വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ.